Hi, in this session we'll start with the topic diffraction. Diffraction എന്താണെന്ന് നമ്മൾ എല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ diffraction is the bending of light around an object, around an obstacle. ഓക്കെ, അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ ഒബ്സ്റ്റക്കിളിന്റെ സൈസും ലൈറ്റിന്റെ വേവ് ലെങ്ത്തും കോമ്പറബിൾ ആകുമ്പോഴാണ്, ഏകദേശം ഒരേ രീതിയിൽ വരുമ്പോഴാണ് ഈ ഡിഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് ലൈറ്റ് ബെൻഡ്സ് അറൌണ്ട് ദ ഒബ്സ്റ്റക്കിൾ ആൻഡ് എൻറ്റേഴ്സ് ദ ജോമെട്രിക്കൽ ഷാഡോ. ഇതൊരു ഒബ്സർവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. വി ക്യാൻ റിയലി ഒബ്സർവ് ദിസ്. റൈറ്റ്, ദ ലൈറ്റ് സ്ട്രേറ്റ് ലൈൻസിനാണ് പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സം വെക്കുകയാണെന്ന് കരുതുക. റൈറ്റ്, പ്രകാശത്തെ കടത്തിവിടാത്ത ഒരു തടസ്സം ഇവിടെ വെക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ജോമെട്രിക്കലി നോക്കുകയാണെങ്കിൽ ഇത് ഷാഡോ റീജിയൻ ആണ്, ഇവിടേക്ക് ലൈറ്റ് ഒന്നും എത്തില്ല. റൈറ്റ്, ബട്ട് വിൽ സീ ദാറ്റ് സം ലൈറ്റ്സ് ബെൻഡ് towards this geometrical shadow region. ഇതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നത് ഫ്രനൽ ആണ്, അഗസ്റ്റിൻ ഫ്രനൽ. He says that the phenomenon of diffraction is due to the mutual interference of secondary wavelets originating from various points of the wavefront which are not blocked off by an obstacle or allowed to pass through a slit. Okay, അതായത് ഇവിടെ കുറെ ടേംസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നുണ്ട്, വേവ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ റഫായിട്ട് പറയുകയാണെങ്കിൽ വേവ് ഫ്രണ്ട്, നമുക്ക് ഉദാഹരണത്തിന് ഈ രീതിയിലുള്ള ഒരു സോഴ്സ് ഉണ്ട്. സോഴ്സിൽ നിന്നുള്ള വേവ്സ്, സോഴ്സിൽ നിന്ന് അകന്നകന്ന് പോകുന്ന വേവ്സ്. റൈറ്റ്, ഇതിനെ നമുക്ക് ഒരേ വൈബ്രേഷൻ, റൈറ്റ്, ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഉള്ള റീജിയൻ എല്ലാം കൂടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേവ് ഫ്രണ്ട് കിട്ടും. റൈറ്റ്, അപ്പോൾ ഇതിന്റെ മുൻപിൽ നമ്മുടെ ഒരു ഒബ്സ്റ്റക്കിൾ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒബ്സ്റ്റക്കിൾ വെക്കുന്ന സമയത്ത് ലെറ്റ്സ് സേ ദാറ്റ് വി ഹാവ് എൻ ഒബ്സ്റ്റക്കിൾ സംതിങ് ലൈക്ക് ദാറ്റ്. റൈറ്റ്, അപ്പോൾ ഇതിൽ ഈ വേവ് ഫ്രണ്ടിന്റെ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ ബ്ലോക്ക് ആവുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ ബ്ലോക്ക് ആകാത്ത ഭാഗത്തു നിന്നുള്ള പോയിന്റ്സ് സെക്കൻഡറി സോഴ്സസ് ആയിട്ട്, അല്ലെങ്കിൽ വീണ്ടും പോയിന്റ് സോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്യും. റൈറ്റ്, അതായത് ദിസ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് പോയിന്റ് സോഴ്സസ്. റൈറ്റ്, അപ്പൊ ഇങ്ങനെ വരുന്ന ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സെക്കൻഡറി വേവ്ലെറ്റ് ലെങ്ത്സിന്റെ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ ഇന്റർഫറൻസ് കാരണമാണ് ഈ റീജിയണിൽ, ജോമെട്രിക്കൽ ഷാഡോ റീജിയണിൽ നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഫിനോമിനൻ കാണാൻ കഴിയുന്നത്. റൈറ്റ്, ബട്ട് വിൽ എക്സ്പ്ലെയിൻ ദീസ് തിങ്സ്. ദിസ് വുഡ് ബി ദ മെയിൻ തീം ഓഫ് എ സെഷൻ ടുഡേ. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, ദിസ് ഇസ് ദ റഫ് ഐഡിയ. നമ്മൾ ഡിഫ്രാക്ഷൻ നോക്കുകയാണെങ്കിൽ അതിനെ രണ്ട് ടൈപ്സ് ആയിട്ട് തരംതിരിക്കാറുണ്ട്. ദർ ഇസ് എ ഫ്രനൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. ഓക്കെ, ഫ്രനൽ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത് പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ഒരു ഒബ്സ്റ്റക്കിളുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ്. പോയിന്റ് സോഴ്സ്, റൈറ്റ്, അപ്പോൾ പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ഒരു ഒബ്സ്റ്റക്കിളുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് ഫ്രനൽ ഡിഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. റൈറ്റ്, ഈ പോയിന്റ് സോഴ്സിൽ നിന്നുള്ള വേവ്സ്, റൈറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വേവ് ഫ്രണ്ട്സിനെ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. റൈറ്റ്, അതായത് ഒരു പോയിന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഒരു സ്ഫെറിക്കൽ ആയിട്ടാണ് ഈ വേവ്സ് അകന്നു പോകുന്നത്. റൈറ്റ്, അപ്പോൾ ഇത്തരം വേവ് ഫ്രണ്ട്സിനെ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് എന്നാണ് പറയുക. അപ്പോൾ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇതിനെ ഫ്രനൽ ഡിഫ്രാക്ഷൻ എന്ന് പറയും. റൈറ്റ്, അതായത് ഒരു പോയിന്റ് സോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ലൈറ്റ് അതിന് ചുറ്റും സ്ഫിയേഴ്സ്, ഇതിനെ നമുക്ക് ഒരു സ്ഫിയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. റൈറ്റ്, ഈ വേവ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സോഴ്സിൽ നിന്ന് അകന്നകന്ന് പോകുമ്പോൾ ഒരു സ്ഫിയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സോഴ്സ് ആണ്, ഇത്തരത്തിലുള്ള ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ആണ് ഒബ്സ്റ്റക്കിളിൽ വീഴുന്നതെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡിഫ്രാക്ഷനാണ് നമ്മൾ ഫ്രനൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്, ഇനി സോഴ്സ് വളരെ അകലത്തിലാണെന്ന് കരുതുക. ഈ സോഴ്സ് വളരെ അകലത്തിലാണെങ്കിൽ ഈ സ്ഫിയറിന്റെ റേഡിയസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് സോഴ്സ് വളരെ അകലത്തിലാണെങ്കിൽ ഈ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിന്റെ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. റൈറ്റ്, അതായത് സോഴ്സ് നമ്മുടെ ഒബ്സ്റ്റക്കിളിൽ നിന്നും വളരെ അകലെയാണെങ്കിൽ, റൈറ്റ്, ഇൻ എഫക്റ്റ് അതിൽ വീഴുന്ന പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ആണ്. അതായത് ഒരു സ്ഫിയറിന്റെ ചെറിയ റീജിയൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറ്റ് സീംസ് ഫ്ലാറ്റ്. ഓക്കെ, അപ്പൊ അത്തരം വേവ് ഫ്രണ്ട്സിനെയാണ് നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സോഴ്സും ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്. റൈറ്റ്, ഐഡിയലി അത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് ആണെങ്കിലാണ് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന ഡിഫ്രാക്ഷനാണ് നമ്മൾ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so these are the two types of diffractions. Right, ഒരു പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ആണെങ്കിൽ, റൈറ്റ്, അതായത് സോഴ്സും ഒബ്സ്റ്റക്കിളും അടുത്താണെങ്കിൽ we call it frontal diffraction. ഓക്കെ, ഈ സോഴ്സും ഒബ്സ്റ്റക്കിളും വളരെ അകലത്തിലാണെങ്കിൽ
ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിനാണ് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് വി കോൾ ഇറ്റ് എ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. ഓക്കെ, ലെറ്റ്സ് മേക്ക് എ ക്വിക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ദ ടൈപ്സ് ഓഫ് ഡിഫ്രാക്ഷൻ. ആദ്യം ഫണൽ ഡിഫ്രാക്ഷൻ നോക്കാം. ഫണൽ ഡിഫ്രാക്ഷന്റെ കേസിൽ the screen and the source of light are at a finite distance from the obstacle. Okay, ഇതെല്ലാം തമ്മിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്, അതായത് ഡിസ്റ്റൻസ് കുറവാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ സംഭവിക്കുന്ന ഡിഫ്രാക്ഷനാണ് ഫണൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ഗോട്ട് സ്ക്രീൻ, an obstacle, some sort of an obstacle and a source. Right, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. We say that it's a finite distance. Okay, അതേസമയം Fraunhofer diffraction. Right, so if the source of light and screen is at an infinite distance from the obstacle, then the diffraction is called Fraunhofer diffraction. Okay, ഈ ഡിസ്റ്റൻസസ് വളരെ കൂടുതലാണ്. If this is infinite, right, infinite distance ആണെങ്കിൽ നമ്മൾ Fraunhofer diffraction എന്ന് പറയും. Okay, ഇനി വേവ് ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ the wave fronts falling on the obstacle in case of Fresnel diffraction are not plane. Okay, കാരണം സോഴ്സിൽ നിന്നുള്ള ഉദാഹരണത്തിന് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആവാം. ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതിൽ നിന്നുള്ള സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആവാം. അപ്പോൾ ഈ രീതിയിലുള്ള വേവ് ഫ്രണ്ട്സ് ആണ് ഒബ്സ്റ്റക്കിളിൽ വീഴുന്നത്. ദീസ് ആർ നോട്ട് പ്ലെയിൻ. ഓക്കെ, അതേസമയം ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിലും അവിടെ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഞാൻ പറഞ്ഞു സ്ഫിയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഫിയറിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഒബ്സ്റ്റക്കിളിൽ പതിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് പ്ലെയിൻ ആയിട്ട് കണക്കാക്കാം. റൈറ്റ്, അതുകൊണ്ട് the wave fronts falling on the obstacle in case of Fraunhofer diffraction are planes. Okay, അതുപോലെ ഈ കേസിൽ Fresnel diffractionന്റെ കേസിൽ we don't need any convex lens to converge spherical wave fronts. അതേസമയം Fraunhofer diffraction ആണെങ്കിൽ ഈ രീതിയിലുള്ള പാരലൽ റേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. റൈറ്റ്, അപ്പോൾ ഇതിനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. ഓക്കെ, സോ പ്ലെയിൻ ഡിഫ്രാക്റ്റിംഗ് വേവ് ഫ്രണ്ട്സ് ആർ കൺവേർജ്ഡ് ബൈ എ കോൺവെക്സ് ലെൻസ്. ഓക്കെ, നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. നമ്മൾ വേവ് ഫ്രണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. റൈറ്റ്, റഫ് ആയിട്ടുള്ള അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ലുക്ക് എ ലിറ്റിൽ ബിറ്റ് മോർ ഇൻ വേവ് ഫ്രണ്ട്. ഓക്കെ, സോ എ വേവ് ഫ്രണ്ട് is an imaginary surface representing corresponding points of a wave that vibrate in unison. Right, അതായത് ഒരേ ഫേസ് ഓഫ് വൈബ്രേഷൻ ഉള്ള പോയിന്റ്സിനെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി സർഫസ്. അങ്ങനെ ചേർത്ത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു സർഫസിനെയാണ് ഒരു വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എ വേവ് ഫ്രണ്ട് is the set of all locations in a medium where the wave is at the same phase. അതായത് ഒരു വേവ് എന്നുള്ളതിന് മീഡിയത്തിലുള്ള ഡിസ്റ്റർബൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ ലൊക്കേഷൻസ് ഇൻ എ മീഡിയം വേർ ദ വേവ് ഇസ് അറ്റ് ദ സെയിം ഫേസ്. ഉദാഹരണത്തിന് വെള്ളത്തിൽ ഒരു കല്ലിടുകയാണെങ്കിൽ അതിൽ ഓളങ്ങൾ നമ്മൾ മോളിൽ നോക്കുകയാണെങ്കിൽ ഓളങ്ങൾ ഇങ്ങനെ സർക്കിൾസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, വേറെ രീതി പറയുകയാണെങ്കിൽ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനുള്ള പോയിന്റ്സ് ഒരു സർക്കിൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലെ, വെള്ളത്തിൽ ഒരു കല്ല് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ. ഇത് വെള്ളത്തിന്റെ 2 ഡയമെൻഷണൽ സർഫസിലുള്ള ഡിസ്റ്റർബൻസസ് ആണ്. ഇതിനെ നമ്മൾ സർക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. റൈറ്റ്, അപ്പോൾ ഇവിടെയുള്ള വേവ് ഫ്രണ്ട്സ് ഈ സർഫസിലേത് മാത്രം കണക്കാക്കുകയാണെങ്കിൽ വേവ് ഫ്രണ്ട്സ് സർക്കുലർ ഷേപ്പിലാണ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി ഒരേ ഫേസ് എന്ന് പറയുമ്പോൾ ദിസ് കുഡ് ബി വേർ ഓൾ ദ ക്രെസ്റ്റ്സ് ആർ, എല്ലാ ക്രെസ്റ്റിനെയും കൂടെ ചേർത്ത് വരയ്ക്കുന്ന വരയാവാം. ഇറ്റ് കുഡ് ബി വേർ ഓൾ ദ ട്രഫ്സ് ആർ ഓർ എനി ഫേസ് ഇൻ ബിറ്റ്വീൻ. റൈറ്റ്, ഇവിടുന്ന് ഇത് ക്രെസ്റ്റോ ട്രഫോ ഇത് തന്നെ ഏതെങ്കിലും ആണെന്നില്ല, ഒരേ ഫേസിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ 2 ഡയമെൻഷനിലുള്ള വേവ്സ് ആണെങ്കിൽ ടു ലൈൻസ് ഓൺ വേവ് ഫ്രണ്ട്. റൈറ്റ്, വേവ് ഫ്രണ്ടിലെ ഡിഫറെന്റ് അടുത്തടുത്തുള്ള 2 വേവ് ഫ്രണ്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടു സമ്മറൈസ് വി ക്യാൻ സേ ദാറ്റ് എ വേവ് ഫ്രണ്ട് ഇസ് ദ സെറ്റ് ഓഫ് locus of all the points in the same phase. Okay? And there are 3 types of wavefronts: plane wavefront, spherical wavefront and cylindrical wavefront. ആദ്യം നമുക്ക് spherical wavefront എന്താണെന്ന് നോക്കാം. So when a point source in an isotropic medium is sending out waves in 3 dimensions, the wavefronts are spheres centered on the source. Alright, അതായത് ഒരു 3 dimensional media എടുക്കുകയാണ്. Alright, മീഡിയത്തിന്റെ നടുക്ക് ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്. ഇതൊരു ഐസോട്രോപിക് മീഡിയം ആണ്. ഐസോട്രോപിക് മീഡിയം എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും ഇതിന്റെ പ്രോപ്പർട്ടി സെയിം ആണ്. റൈറ്റ്, ഇങ്ങനെയുള്ള കേസിൽ ഈ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്ന വൈബ്രേഷൻസ് ഒരു സ്ഫിയർ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലാണ് എക്സ്പാൻഡ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദ വേവ് ഫ്രണ്ട്സ് ആർ സ്ഫിയേഴ്സ്
centered on the source. Right? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ചിത്രത്തിൽ കാണുമ്പോൾ ഒരു സർക്കിൾ ആണെന്ന് തോന്നും, ബട്ട് യു ഹാവ് ടു ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി എ സ്ഫിയർ. റൈറ്റ്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെയാണ് ഈ വേവ് ഫ്രണ്ട്സ് അകന്നു പോകുന്നത്. റൈറ്റ്? അതിനെ നമ്മൾ ഐസോട്രോപിക് മീഡിയം എന്ന് പറയുന്നത്. Right? In this case, we say that the wavefronts are spherical. Alright. Next is cylindrical wavefront. When the light source is a line source, like a slit, ഒരു സ്ലിറ്റ് പോലെ, right? ഒരു വിടവ്, right? ഈ രീതിയിലുള്ള ഒരു ലൈൻ സോഴ്സ് ആണെങ്കിൽ, right? ഇതിന് ചുറ്റും വീണ്ടും അകന്നു പോകുന്നു. ഇതിന് ചുറ്റും നമ്മൾ വേവ് ഫ്രണ്ട്സ് നോക്കുകയാണെങ്കിൽ we'll see that they are expanding as cylinders. Right? ഇതിനെയാണ് നമ്മൾ cylindrical wavefront എന്ന് പറയുന്നത്. Alright? In a cylindrical wavefront, all the points equidistant from the linear source lie on the surface of a cylinder. Alright? അപ്പോൾ ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സോഴ്സ് ഇതാണ്. Right? അപ്പോൾ ഈ സോഴ്സിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലാണ് വേവ്സ് അകന്നു പോകുന്നത്. Again, we are talking about anisotropic medium. അപ്പോൾ ഇതിൽ ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലുള്ള പോയിന്റ്സ് ചേർത്ത് വരികയാണെങ്കിൽ നമുക്കൊരു സിലിണ്ടറിന്റെ സർഫസ് ആണ് കിട്ടുക. Alright? അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണെങ്കിൽ we call it a cylindrical wavefront. The next one is the plane wavefront. The wavefront will appear as a plane when viewed from a considerable distance from a source of any kind. Right? ഒരു നീളത്തിലുള്ള സോഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഒരു പോയിന്റ് സോഴ്സ് ആവട്ടെ, നമ്മൾ ആവശ്യത്തിന് ദൂരെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഈ വേവ് ഫ്രണ്ട് നമ്മൾ കാണുന്നത് ഒരു പ്ലെയിൻ ആയിട്ടായിരിക്കും. കാരണം എൻ്റെ വലിയ വേവ് ഫ്രണ്ടിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആൻഡ് ദെൻ ദാറ്റ് ലുക്സ് ലൈക്ക് എ പ്ലെയിൻ. റൈറ്റ്? അപ്പോൾ ഇത്തരത്തിലുള്ള വേവ് ഫ്രണ്ടിനെയാണ് നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. Alright? So the plane wavefront is obtained when the small part of the spherical or cylindrical wavefront originates from a distant source. Right? അപ്പോൾ അതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. Right? അപ്പോൾ അതായത് ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻസ് ഉള്ള പോയിന്റ്സ് നമ്മൾ ചേർത്ത് വരികയാണെങ്കിൽ വിൽ ഗെറ്റ് എ പ്ലെയിൻ. So this is a plane wavefront. ഇതുപോലെ നമുക്ക് ആവശ്യം വരുന്ന വേറൊരു കാര്യമാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ഇതിനെ ഹൈഗൻസ് ഫണൽ പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്. Alright? This is the statement that all points of a wavefront of sound in a medium or light in vacuum or transparent medium. Right? ഏത് തരത്തിലുള്ള വേവ് ആണെങ്കിലും, റൈറ്റ്, ഇതിൽ നിന്നുള്ള വേവ് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ഈ വേവ് ഫ്രണ്ട്സിലെ ഓരോ പോയിന്റിനെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? We can regard them. Each point on this wavefront can be regarded as new sources of wavelets that expand in every direction at a rate depending on their velocities. ഞങ്ങൾക്ക് ഒരു വേവ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതിലുള്ള ഓരോ പോയിന്റിനെയും വീണ്ടും നമുക്ക് ഡിഫറെന്റ് വേവ്ലെറ്റ്സിന്റെ സോഴ്സസ് ആയിട്ട് കണക്കാക്കാം. ഓൾറൈറ്റ്? ഇതിനെയാണ് ഹൈഗൻസ് അല്ലെങ്കിൽ ഹൈഗൻസ് ഫണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റൈറ്റ്? ഇതിപ്പോൾ സൗണ്ട് വേവ്സിന്റെ കാര്യമാവാം, അല്ലെങ്കിൽ ലൈറ്റ് ഇൻ വാക്വം, അതിന്റെ കാര്യത്തിൽ നമ്മൾ ഇതേ ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മൾ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ലൈറ്റ് ഇൻ എനി ട്രാൻസ്പെറന്റ് മീഡിയം. റൈറ്റ്? ഇൻ ഓൾ ദീസ് കേസസ് each point on the wavefront can be considered as sources of new wavelets. Okay, and these wavelets can be thought of as expanding in every direction at a rate depending on their velocities. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഈ വേവ്ലെറ്റ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഈ വേവ് വെലോസിറ്റിയുടെ റേറ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, let's first examine a Fraunhofer diffraction. Okay, so we'll talk about a single slit diffraction. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. റൈറ്റ്? ഇവിടെ എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാരോ സ്ലിറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. റൈറ്റ്? അതായത് അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ. റൈറ്റ്? ഈ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് ഉള്ള ഒരു നാരോ സ്ലിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടിനെയാണ് നമ്മൾ എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? അപ്പോൾ നമ്മൾ ഫുൾ 3 ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിന്റെ ഭാഗമാണ്. ദിസ് ഇസ് പാർട്ട് ഓഫ് എ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. Right? അതായത് ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ കാണുന്ന രീതിയിലാണ്. Right? So xy is the wave front. Okay, L1 is the collimating lens. നമ്മൾ പറഞ്ഞു Fraunhofer ഡിഫ്രാക്ഷന്റെ കേസിൽ നമുക്ക് ലെൻസ് ഉപയോഗിക്കേണ്ടി വരും. Right? അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ് L1, കാരണം ഇത് അകന്നകന്ന് പോകുന്ന ലൈറ്റ് ബീംസ് ആണ്. Right? അപ്പോൾ ഇതിനെ ഒരേ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ collimating lens. Right? അതുപോലെ AB എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് A, small a. Alright? അതായത് again we are passing it through a small slit of width a. Okay, അതുപോലെ L2 എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ്. Okay, the light passing through the slit AB is incident on the lens L2. Alright? AB എന്നുള്ള സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് ഇറ്റ്സ് ഇൻസിഡന്റ് ഓൺ ദ ലെൻസ് L2 and L2 focuses this light onto the screen MN.
MN എന്ന് പറയുന്ന സ്ക്രീനാണ്. റൈറ്റ്, ആക്ച്വലി സ്ക്രീൻ ഇങ്ങനെയാണുള്ളത്, അതിന്റെ സൈഡ് വ്യൂ മാത്രമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. Okay, so the screen is perpendicular to the plane of the paper. Okay, അതായത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ it's extended, all right, into the plane of the paper. In this case we are talking about the screen into the plane of the screen എന്ന് പറയുന്നത്. പക്ഷേ സ്ക്രീൻ എന്നുള്ള വാക്ക് ഇവിടെ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. I'll call this as the paper. Right, so the screen is perpendicular to the plane of the paper. So if you look at this line SP എന്നുള്ള line, it is perpendicular to the screen. All right, SP എന്നുള്ള ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ this line, all right, it's a line connecting source and a point on the screen. P എന്നുള്ള പോയിന്റിനെയും S എന്നുള്ള സോഴ്സിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ ആണ്. Right, this line is drawn in such a way that it's perpendicular to the screen. Right, അതുപോലെ L1 L2 എന്ന് പറയുന്നത് achromatic lenses ആണ്. It does not separate the different colors that fall on it. Right, different colorsനെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ലെൻസസിനെയാണ് നമ്മൾ achromatic lenses എന്ന് പറയുന്നത്. Right, so let's see what's happening here. ഇവിടെ S എന്നുള്ള സോഴ്സിൽ നിന്നുള്ള സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്സിന്റെ ഒരു ഭാഗമാണ് XY എന്ന് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ XY എന്നുള്ള വേവ് ഫ്രണ്ട് L1 എന്നുള്ള ലെൻസിൽ വീഴുകയാണ്. റൈറ്റ്, ആൻഡ് ദെൻ ദീസ് റേസ് ബിക്കം പാരലൽ. റൈറ്റ്, അതായത് ഈ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിന്റെ ഒരു ഭാഗം ലെൻസിൽ വീണിട്ട് ദീസ് റേസ് ബിക്കം പാരലൽ. ഇൻ അതർ വേർഡ്സ്, after this lens L1 കടന്നു കഴിഞ്ഞാൽ what we have is a plane wave front. We have a plane wave front. Okay, അതായത് ഇവിടെ ഒരേ രീതിയിലുള്ള വൈബ്രേഷൻ, ഒരേ ഫേസിലുള്ള വൈബ്രേഷൻസ് എല്ലാം എടുക്കുകയാണെങ്കിൽ you will see that they will lie on a plane. All right, again using the Huygens principle, each point on this wavefront is a source of a secondary disturbance. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് വരച്ചു. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റും ഒരു സെക്കൻഡറി ഡിസ്റ്റർബൻസിന്റെ സോഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദാറ്റ് വാസ് ദ ഹൈഗൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, റൈറ്റ്, ഇനി ഇതിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റേസിനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ SP എന്നുള്ള ലൈനിന്റെ ഒരു ഭാഗമാണ് OP. ഓക്കെ, ഈ OP എന്നുള്ള ലൈനിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് ബീംസ് എല്ലാം എത്തിച്ചേരുന്നത്, റൈറ്റ്, അതെല്ലാം വീഴുന്നത് P എന്നുള്ള പോയിന്റിലാണ്. ഓൾ ദീസ് ബീംസ് ആർ ഫോക്കസ്ഡ് ഓൺ ടു ദ പോയിന്റ് P. റൈറ്റ്, അതായത് AQ, റൈറ്റ്, ഈ ലൈറ്റ് ബീം AQ, ദിസ് ഇസ് പാരലൽ ടു OP. അതുപോലെ BV, ദിസ് ഇസ് ഓൾസോ പാരലൽ ടു OP. റൈറ്റ്, ഇതെല്ലാം വന്ന് വീഴുന്നത് P എന്നുള്ള പോയിന്റിലാണ്. ഓക്കെ, ഇതെല്ലാം പാരലൽ ആയതുകൊണ്ട് ഓൾ ദീസ് ആർ പാരലൽ ബീംസ്. ഈ ബീംസ് തമ്മിലൊന്നും, ഈ റേസ് തമ്മിലൊന്നും ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സെൻട്രൽ ആയിട്ട് കിട്ടുന്നത് ഒരു ബ്രൈറ്റ് ഇമേജ് ആണ്. റൈറ്റ്, സോ വിൽ ഗെറ്റ് എ ബ്രൈറ്റ് സെൻട്രൽ ഇമേജ് അറ്റ് ദ പോയിന്റ് P. റൈറ്റ്, we can explain it as follows. The secondary waves from points equidistant from O, അതായത് O എന്നുള്ള പോയിന്റിൽ നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, റൈറ്റ്, അതായത് OB എന്ന് പറയുന്ന ഹാഫ് ഉണ്ട്, OA എന്ന് പറയുന്ന ഹാഫ് ഉണ്ട്. റൈറ്റ്, ഇതിൽ O എന്നുള്ള പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, O എന്നുള്ള സെന്റർ പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നിന്നുള്ള ലൈറ്റ് ബീംസ് P എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ അത് തമ്മിൽ പാത്ത് ഡിഫറൻസ് ഒന്നുമില്ല. റൈറ്റ്, സോ വി ആർ ജസ്റ്റ് കൺസിഡറിങ് എ പെയർ ഓഫ് പോയിന്റ്സ് ഫ്രം ടു സൈഡ്സ് ഓഫ് O. O എന്നുള്ള പോയിന്റിന്റെ രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു പെയർ ഓഫ് പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. റൈറ്റ്, അതായത് ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഇവിടെ ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. റൈറ്റ്, അപ്പർ ഹാഫിൽ OA എന്ന് പറയുന്ന ഹാഫിൽ ഒരു പോയിന്റ് എടുക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് OB എന്നുള്ള ഹാഫിൽ നമുക്ക് ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ നിന്നുള്ള ലൈറ്റ് ബീംസ് തമ്മിൽ പാത്ത് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് P എന്നുള്ള പോയിന്റിൽ അവ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും ആൻഡ് വിൽ ഗെറ്റ് എ ബ്രൈറ്റ് സ്പോട്ട്, ലെറ്റ്സ് സേ, അറ്റ് പോയിന്റ് P. ഓക്കെ, so the secondary waves reinforce one another and P will be a point of maximum intensity. All right, നമുക്ക് വേറെ സെക്കൻഡറി വേവ്സ് നോക്കാം. Right, for example, let's take the secondary waves traveling in the direction AR. Right, നമ്മൾ പറഞ്ഞു ഈ ഓരോ പോയിന്റും പുതിയ വേവ്സിന്റെ സോഴ്സ് ആണ്. റൈറ്റ്, അപ്പോൾ അതിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന വേവ്സ് മാത്രം നമ്മൾ ആദ്യം എടുത്തത്. റൈറ്റ്, AQ എന്നുള്ള ഡയറക്ഷനിൽ. വി ക്യാൻ ടേക്ക് വേവ്സ് വിച്ച് ആർ ട്രാവലിംഗ് ഇൻ ദ ഡയറക്ഷൻ AQ. ഓക്കെ, ഈ AQ എന്നുള്ള ഡയറക്ഷനും ഇനീഷ്യലി നമ്മൾ എഴുതിയ AQ എന്നുള്ള ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. റൈറ്റ്, അല്ലെങ്കിൽ OP എന്ന് പറയുന്ന ഡയറക്ഷനും AR എന്ന് പറയുന്ന ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ നമുക്ക് തീറ്റ എന്ന് എഴുതാം. റൈറ്റ്, അതായത് തീറ്റ എന്നുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത റേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ റേസുമായിട്ട് തീറ്റ എന്നുള്ള ആംഗിളിലുള്ള വേറെ റേസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് തീറ്റയ്ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന റേസ്, റൈറ്റ്, സോ ദ റേസ് കറസ്പോണ്ടിങ് ടു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് തീറ്റ ഓൾ കൺവേർജ് ടു എ പോയിന്റ് P prime. P prime എന്നുള്ള പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. റൈറ്റ്,
So depending on the value of theta, they'll converge on different points on the screen. അല്ലെ, തീറ്റയുടെ ഡിഫറെന്റ് വാല്യൂ അനുസരിച്ച് mn എന്നുള്ള സ്ക്രീനിൽ ഡിഫറെന്റ് പോയിന്റ്സിലായിരിക്കും ഇത് കൺവേർജ് ചെയ്യുന്നത്. റൈറ്റ്, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് തീറ്റയിലുള്ള പെർട്ടിക്കുലർ വാല്യൂ ഓഫ് തീറ്റ ആംഗിളിലുള്ള റേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, അവയൊക്കെ കൺവേർജ് ചെയ്യുന്നത് പി പ്രൈം എന്നുള്ള പോയിന്റിലാണെന്ന് കരുതുക. റൈറ്റ്, so all the secondary waves traveling in this direction reach the point P prime on the screen. ഇനി പി പ്രൈമിൽ മാക്സിമം ഇന്റൻസിറ്റി ആണോ മിനിമം ഇന്റൻസിറ്റി ആണെന്നുള്ളത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേസ് ദാറ്റ് റീച്ച് ഹിയർ. ഈ പോയിന്റിൽ റീച്ച് ചെയ്യുന്ന റേസിന്റെ പാത്ത് ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. Okay, so the point P prime will be maximum or minimum intensity depending on the path difference between the secondary waves. Secondary waves എന്ന് പറഞ്ഞാൽ ഈ എ ബി എന്നുള്ള ലൈനിലുള്ള പോയിന്റ്സിനെ നമ്മൾ സെക്കൻഡറി സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച്. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന വേവ്സിനാണ് സെക്കൻഡറി വേവ്സ് എന്ന് പറയുന്നത്. ഇത് പി പ്രൈം എന്നുള്ള പോയിന്റിൽ എത്തുന്ന സെക്കൻഡറി വേവ്സ്. റൈറ്റ്, ഈ വേവ്സ് കൺസ്ട്രക്റ്റീവ്ലി ആണോ ഡിസ്ട്രക്റ്റീവ്ലി ആണോ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് റേസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒ പി എന്നുള്ള ലൈനിൽ നിന്നും തീറ്റ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉള്ള റേസ് മാത്രം പരിശോധിക്കാം. റൈറ്റ്, അപ്പൊ അത്തരത്തിലുള്ള രണ്ട് എക്സ്ട്രീം റേസ് ആണ്. ഒന്ന് എ ആർ എന്നുള്ളതും റൈറ്റ്, അടുത്തത് ബി ടി എന്നുള്ളതും. എ ആർ ആൻഡ് ബി ടി. റൈറ്റ്, ഇവ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കപ്പോൾ ആദ്യം എ ആർ എന്നുള്ള ലൈൻ നോക്കാം, അതുപോലെ ബി ടി എന്നുള്ള ലൈൻ നോക്കാം. റൈറ്റ്, ഇത് കഴിഞ്ഞാൽ പിന്നെ അത് സെയിം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. റൈറ്റ്, ലെൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെയിം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. റൈറ്റ്, ഇത് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എ ആർ എന്നുള്ള ലൈനിൽ നിന്നും ബി എന്നുള്ള പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. റൈറ്റ്, ഡ്രോപ്പിംഗ് എ പെർപെൻഡിക്കുലർ ടു ദ പോയിന്റ് ബി ഫ്രം ദ ലൈൻ എ ആർ. റൈറ്റ്, അതായത് എൽ എന്നുള്ള പോയിന്റിലാണ് ഈ പെർപെൻഡിക്കുലർ എ ആർ എന്നുള്ള ലൈനിനെ മീറ്റ് ചെയ്യുന്നത്. റൈറ്റ്, സോ വി ഹാവ് ഗോട്ട് എ ലൈൻ എ ആർ ആൻഡ് എ പെർപെൻഡിക്കുലർ ടു ദാറ്റ് ലൈൻ എ ആർ വിച്ച് റീച്ചസ് ദ പോയിന്റ് ബി. റൈറ്റ്, ഈ പോയിന്റ് കഴിഞ്ഞ് ഇത് രണ്ട് സഞ്ചരിക്കുന്ന ഒരേ ഡിസ്റ്റൻസ് ആണ്. റൈറ്റ്, ഈ പോയിന്റ് കഴിയുമ്പോൾ ഈ എൽ എന്നുള്ള പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ റേയും സഞ്ചരിക്കുന്ന ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന് മുൻപുള്ള ഡിസ്റ്റൻസ് ആണ്. Okay, so AL is actually the extra distance traveled by the ray AR. AR എന്നുള്ള റേ ബി ടി എന്നുള്ള റേക്കാളും ട്രാവൽ ചെയ്ത എക്സ്ട്രാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് AL. ഓക്കെ, ഇനി ഈ ആംഗിൾ ആണ് നമ്മൾ തീറ്റ എന്ന് എടുത്തത്. ദിസ് ഇസ് ദ ആംഗിൾ തീറ്റ. റൈറ്റ്, തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ AQ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ AQ ആൻഡ് AR. റൈറ്റ്, ഇനി BL is a line perpendicular to AR. Right, അതുപോലെ AB എന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു AQ. റൈറ്റ്, അതായത് നമുക്ക് ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ഉണ്ട്. ഈ ഓരോ ലൈനിനുള്ള പെർപെൻഡിക്കുലർ ലൈൻസ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ തന്നെയായിരിക്കും ഇവയുടെ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള ആംഗിൾ. റൈറ്റ്, വിച്ച് മീൻസ് ദാറ്റ് ദിസ് ആംഗിൾ വിൽ ഓൾസോ ബി ഈക്വൽ ടു തീറ്റ. അതായത് എ ബിയും ബി എല്ലും തമ്മിലുള്ള ആംഗിളും തീറ്റ തന്നെയാണ്. ദിസ് ആംഗിൾ ഇസ് ഓൾസോ തീറ്റ. വൈ? കാരണം ബി എൽ ഇസ് പെർപെൻഡിക്കുലർ ടു എ ആർ, ഓക്കെ, ആൻഡ് എ ബി ഇസ് പെർപെൻഡിക്കുലർ ടു എ ക്യു. റൈറ്റ്, line AB is perpendicular to AQ and the line BL is perpendicular to AR. Right, അപ്പോൾ AR-ഉം AQ-ഉം തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ റൈറ്റ്, അവയുടെ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും. റൈറ്റ്, സോ ദിസ് ആംഗിൾ ഇസ് ഓൾസോ തീറ്റ. ഇനി നമുക്കിവിടെ ട്രയാംഗിൾ ABL എടുക്കാം. ട്രയാംഗിൾ ABL. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, കാരണം നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തത് പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ആംഗിൾ ഇസ് 90. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു സീ ദാറ്റ് സൈൻ തീറ്റ ഇൻ ദിസ് കേസ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് AL ആണ്. റൈറ്റ്, ഓപ്പോസിറ്റ് ഇസ് AL. റൈറ്റ്, സോ ദിസ് ഈക്വൽ ടു AL ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. സോ ദാറ്റ് ഇസ് AB. സോ ദിസ് ഇസ് AL ഡിവൈഡഡ് ബൈ AB. ഓക്കെ, ഈ AB എന്ന് പറയുന്നത് സ്ലിറ്റിന്റെ വിഡ്ത്ത് ആണ്, അതിനെ നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്, so we can write sin theta is equal to AL divided by small a. ഇവിടെ AL ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്ന പാത്ത് ഡിഫറൻസ്. So we can write AL is equal to A sin theta.
right? Where A is the width of the slit and AL is the path difference between the secondary waves originating from A and B. Alright? ഇനി ഈ path difference equal to lambda ആണെങ്കിൽ, if this path difference is actually equal to lambda, then the wavelength of, if this path difference is equal to lambda, which is the wavelength of the light used, നമ്മൾ ഉപയോഗിച്ച ലൈറ്റിന്റെ wavelength ആണ് lambda, ഈ path difference lambda ആണെങ്കിൽ, right, P prime will be a point of minimum intensity. P prime will be a point of minimum intensity. Right? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം. കാരണം നമ്മൾ നോക്കിയത് ലാംഡയുടെ integral multiples ആണ് path difference. നമ്മൾ interference നോക്കിയപ്പോൾ കണ്ടത്, if the path difference is integral multiple of lambda, then we have constructive interference. Alright? പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഈ path difference lambda ആണെങ്കിൽ, then we have destructive interference in this case. Alright? The point P prime will be of minimum intensity. Okay? We can explain this easily. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എ എന്നുള്ള പോയിന്റിൽ നിന്നും ബി എന്നുള്ള പോയിന്റിൽ നിന്നും വരുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ പി പ്രൈം എന്നുള്ള പോയിന്റിൽ ഡാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയിൽ നിന്നും ബിയിൽ നിന്നുള്ള വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് എ എൽ ആണെന്നാണ് പറഞ്ഞത്. ദിസ് എ എൽ വാസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പോൾ ഈ എ ബി എന്നുള്ള വേവ് ഫ്രണ്ടിനെ ആക്ച്വലി നമുക്ക് എ ഒ ഒ ബി എന്നിങ്ങനെ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ്, ഇനി നമുക്ക് എയിൽ നിന്നും ഒയിൽ നിന്നുള്ള പോയിന്റിൽ നിന്നുള്ള വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് നോക്കാം. റൈറ്റ്, സോ നമ്മൾ ആദ്യം പറഞ്ഞത് എയിൽ നിന്നും ബിയിൽ നിന്നുള്ള ഇത് രണ്ടും സെക്കൻഡറി സോഴ്സസ് ആണ്. ഇവിടെ നിന്നുള്ള വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഇത് ലാംഡ ആണെങ്കിൽ ഇവിടെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എയിൽ നിന്നും ഒയിൽ നിന്നുള്ള വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് നോക്കാം. റൈറ്റ്, അപ്പൊ നമുക്ക് ഒ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും മിഡ് പോയിന്റിലാണ്. റൈറ്റ്, അതുകൊണ്ട് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവിന്റെയും ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും. റൈറ്റ്, അതായത് ഇഫ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം എ ആൻഡ് ബി ഇസ് ലാംഡ, റൈറ്റ്, അതായത് എയിൽ നിന്നും ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ എയിൽ നിന്നും ഒയിൽ നിന്നും, ഒ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എയിൽ നിന്നും ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? ലാംഡ ബൈ 2. ഓക്കെ, അപ്പൊ അതിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒയിൽ നിന്ന് ഒ എന്നുള്ള പോയിന്റിൽ നിന്നും എ ആർ എന്ന ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്ത പെർപെൻഡിക്കുലർ ആണ് ഒ സി. റൈറ്റ്, അപ്പോൾ ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവും എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ഹിയർ. റൈറ്റ്, അപ്പോൾ നമ്മളുടെ പാത്ത് ഡിഫറൻസ് പറയുന്നത് ഈ എ സി എന്നുള്ള ലെങ്ത് ആണ്. റൈറ്റ്, ഈ ലെങ്ത് ആണ്. ഈ എ സി എന്നുള്ള ലെങ്ത് എ എല്ലിന്റെ പകുതിയാണ്. എ സി എന്നുള്ള ലെങ്ത് എ എൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പാത്ത് ഡിഫറൻസിന്റെ ഹാഫ് ആണ്. ഓക്കെ, അതായത് എ ഒ എന്നീ പോയിന്റ്സിൽ നിന്ന് വരുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എ ബി എന്നീ പോയിന്റ്സിൽ നിന്ന് വരുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസിന്റെ പകുതിയാണ്. ദാറ്റ് ക്യാൻ ബി സീൻ ജിയോമെട്രിക്കലി ഫ്രം ഹിയർ. റൈറ്റ്, വിച്ച് മീൻസ് ദാറ്റ് എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ എയിൽ നിന്നും ഒയിൽ നിന്നും വരുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും. റൈറ്റ്, അതായത് എയിൽ നിന്നും ഒയിൽ നിന്നും വരുന്ന വേവ്സ് പി പ്രൈം എന്നുള്ള പോയിന്റിൽ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും if their path difference is lambda by 2. ഇത് നമ്മുടെ ഇന്റർഫറൻസിന്റെ തിയറി തന്നെയാണ്. റൈറ്റ്, ഇനി അതുപോലെ നമുക്ക് ഇവിടെ വേറെ പോയിന്റ് എടുക്കാം. റൈറ്റ്, അപ്പൊ നമുക്കറിയാം ഫുൾ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഈ എ ഒ എന്നുള്ള പോയിന്റിന്റെ ഡിസ്റ്റൻസ്, അല്ലെ എ ഒ എന്നുള്ള പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എ ബൈ 2 ആണ്. റൈറ്റ്, നമ്മളിവിടെ ഏതൊരു പോയിന്റ് എടുത്താലും, അതായത് ഒ എ എന്നുള്ള ലൈനിൽ ഈ ഹാഫിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് വിത്ത് ഡിസ്റ്റൻസ് എ ബൈ 2. ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും. റൈറ്റ്, അതായത് ഈ ഹാഫിൽ നിന്നുള്ള ഒ എ എന്നുള്ള ഹാഫിൽ നിന്നുള്ള ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും there is a corresponding point in the half OB in such a way that the path difference is lambda by 2. അതായത് ഈ ഹാഫിൽ നിന്ന് വരുന്ന ഏതൊരു വേവുമായിട്ടും ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുന്ന ഒരു വേവ് ഈ ഹാഫിലും ഉണ്ടായിരിക്കും. റൈറ്റ്, എ എന്നുള്ള പോയിന്റിൽ നിന്നാണെങ്കിൽ ഇറ്റ്സ് ദ വേവ് കമ്മിങ് ഫ്രം ദ പോയിന്റ് ഒ, they'll distractively interfere at point P prime. ഓക്കെ, അതുപോലെ ഈ ഒരു പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ ഇതിന് എ ബൈ 2 ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഇതിന് സിമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ലോവർ ഹാഫിലുള്ള പോയിന്റിൽ നിന്നും ഒരു വേവ് ഉണ്ടാവും. ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും. they'll distractively interfere. റൈറ്റ്, അതുകൊണ്ട് തന്നെ ഈ പി പ്രൈം ഉള്ള പോയിന്റിൽ എത്തുന്ന എല്ലാ വേവ്സും ഇങ്ങനെയുള്ള നമുക്ക് പെയേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഈ എല്ലാ പെയേഴ്സും ഡിസ്ട്രക്റ്റീവിൽ ഇന്റർഫിയർ ചെയ്യും. റൈറ്റ്, അതുകൊണ്ട്
A, B എന്നീ പോയിന്റ്സിൽ നിന്നുള്ള വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ there will be a destructive interference at the point P prime. Okay, അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും. Right, I hope this is clear. I'll read this again. Right, the whole wavefront can be considered to be of two halves, OA and OB. Right, OA and OB. All right, the path difference between the secondary waves from A and B is lambda. അതായത് A, B എന്നുള്ള പോയിന്റ്സിൽ നിന്നുള്ള വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ then the path difference between secondary waves from A and O will be lambda by 2. Okay, ഇതുപോലെ തന്നെ for every point in the upper half OA, right, ഇവിടെയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും there's a corresponding point in the lower half OB. Right, and the path difference between the secondary waves from these points is always lambda by 2. Right, so the destructive interference takes place. Right, so destructive interference takes place and the point P prime will be of minimum intensity. Okay, in the same way, if AL is equal to 2 lambda, then again we can show that at P prime will again have minimum intensity അല്ലെങ്കിൽ destructive interference. ലാംഡ ആണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ മിനിമം ഇന്റൻസിറ്റി വരുന്നത് നമ്മൾ കണ്ടു. റൈറ്റ്, അവിടെ നമ്മൾ ചെയ്തത് ഈ ഫുൾ എ ബി എന്നുള്ള പോർഷനെ എ ഒ ഒ ബി എന്നിങ്ങനെ രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, എയും ബിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, എ എന്നുള്ള പോയിന്റിൽ നിന്ന് വരുന്ന വേവ്സും ബി എന്ന പോയിന്റിൽ നിന്ന് വരുന്ന വേവ്സും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ we can consider a point here and a corresponding point in the lower half in such a way that the waves coming from these points have a path difference lambda by 2. അതായത് നമ്മുടെ ആർഗ്യുമെന്റ് അല്ലെ, എ എന്നുള്ള പോയിന്റും ഒ എന്നുള്ള പോയിന്റും എടുക്കുകയാണെങ്കിൽ അതിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും. അതായത് അവിടെ നിന്ന് വരുന്ന വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും. അതുപോലെ ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴത്തെ ഹാഫിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ഇൻ സച്ച് എ വേ ദാറ്റ് the waves coming from these points have a path difference lambda by 2. Right, all of this will destructively interfere at this point. Okay, ഇതേ ടൈപ്പ് ആർഗ്യുമെന്റ് ഈ കേസിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ഈ കേസിൽ we will have to divide it up into 4 equal parts. ഈ എ ബി എന്നുള്ള പോർഷനെ 4 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാണാൻ കഴിയും ഈ പോയിന്റും ഈ പോയിന്റിൽ നിന്ന് വരുന്ന വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അഗൈൻ ലാംഡ ബൈ 2 ആയിരിക്കും. ഈ പോയിന്റും ഈ പോയിന്റ് തമ്മിലുള്ള അഗൈൻ ലാംഡ ബൈ 2 ആയിരിക്കും. Right, അതായത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ again you will see that if AL is equal to 2 lambda, there are waves, right, waves from every point has a corresponding wave from some other point in such a way that they have a path difference lambda by 2. Right, അതുകൊണ്ട് ആ വേവ്സ് ഇവിടെ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. Right, അതായത് in general AL is equal to 2 lambda 3 lambda. In general, if AL is equal to n lambda, right, then we will have a destructive interference at point P prime. Okay, so in general we can write A sin theta n is equal to n lambda. Alright, അതായത് ഈ ഇക്വേഷൻ, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡയറക്ഷൻസ് they will correspond to minimum intensity. Okay, അപ്പോൾ ഇവിടെ theta n stands for the direction of the nth minimum. nth minimumത്തിന്റെ ഡയറക്ഷൻ ആണ് theta n എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, or we can write the condition on the angle sin theta n is equal to n lambda divided by A. Alright, so for those values of theta n corresponding to this relation, ഈ റിലേഷന് കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂസ് ഓഫ് തീറ്റ അല്ലെങ്കിൽ ആ ഡയറക്ഷൻസിൽ നമുക്ക് മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും കിട്ടുക. റൈറ്റ്, ഇവിടെ n എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. ഇപ്പൊ നമ്മൾ കണ്ടത് മിനിമം ഇന്റൻസിറ്റി കിട്ടുന്ന ഡയറക്ഷൻസ് ആണ്, മിനിമം ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഡയറക്ഷൻസ് ആണ്. റൈറ്റ്, അതുപോലെ മാക്സിമം ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഡയറക്ഷൻസ് ഇതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, വി ഡോണ്ട് ഗോ ഇൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ കാൽക്കുലേഷൻ, വിൽ ജസ്റ്റ് സ്റ്റേറ്റ് ദ റിസൾട്ട് ഹിയർ. അതായത് മാക്സിമം ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എ സൈൻ തീറ്റ n is equal to 2n plus 1 lambda divided by 2. Okay, ഇവിടെ n can take values from 1, 2, 3 etc. Right, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം സൈൻ തീറ്റ n is equal to 2n plus 1 lambda divided by 2a. Right, so for the values of theta n, right, for those directions corresponding to the value of theta n ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡയറക്ഷൻസ് ആണെങ്കിൽ ആ ഡയറക്ഷൻസിൽ നമുക്ക് ഉണ്ടാകുക മാക്സിമം ഇന്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു മാക്സിമം ഇന്റൻസിറ്റി പോയിന്റ് നമ്മൾ കണ്ടിരുന്നു. റൈറ്റ്, ഫോർ കറസ്പോണ്ടിങ് ടു തീറ്റ ഈക്വൽ ടു 0, ദാറ്റ് വാസ് എ മാക്സിമം ഇന്റൻസിറ്റി പോയിന്റ്. അപ്പോൾ അതിന്റെ രണ്ട് സൈഡിലും മിനിമം ഇന്റൻസിറ്റി ഉണ്ടാവും. റൈറ്റ്, ആൻഡ് ദെൻ വിൽ ഹാവ് അഗൈൻ മാക്സിമം ഇന്റൻസിറ്റി കറസ്പോണ്ടിങ് ടു ദിസ് ഡയറക്ഷൻ. റൈറ്റ്, so the diffraction pattern due to a single slit consists of a central bright maximum at P. നമ്മൾ പറഞ്ഞു ഒരു സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം ഉണ്ടായിരിക്കും.
followed by secondary maxima and minimum. രണ്ട് സൈഡിലും minimum ഉണ്ട്. This is the central maximum, and then there's a minimum on both sides, right? And then there's a secondary maxima on both sides. There are secondary maxima on both sides. Okay. അപ്പോൾ എൻ്റെ സ്ക്രീനിലുള്ള ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. Right? So we see that P corresponds to the position of the central bright maximum, and the points on the screen for which the path difference between the points A and B is lambda, 2 lambda, etc. correspond to position of minima. Okay, that is central bright maximum. Right? We can pick out another point on the screen in such a way that the waves arriving from A and B have a path difference of lambda. Right? അതായത് എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന വേവ്സ് തമ്മിൽ ലാംഡ പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ട് ചെയ്യുന്ന സ്ക്രീനിലെ പോയിന്റ്സ്, റൈറ്റ്? ആ പോയിന്റ്സിൽ നമുക്ക് മിനിമ ആയിരിക്കും ഉണ്ടാകും. ഇതിന് നമ്മൾ സെക്കൻഡറി മിനിമ എന്നാണ് പറയുന്നത്. റൈറ്റ്? അതുപോലെ നമുക്ക് സെക്കൻഡറി മാക്സിമം ഉണ്ട്. വി നോ ദാറ്റ് after the central bright maximum there are other maxima on both sides. Right? These are the secondary maxima. അതിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണെന്ന് കാണാം. Right? We can say that the intensity falls off rapidly from the point P outwards. Right? P എന്നുള്ള പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ intensity, and it falls off rapidly when we go away from the point P. Okay? അതായത് central bright maximum, and then the intensity becomes very low. Right? The intensity becomes very low. Right? Now let's consider the case where the lens L2 is very near the slit. Right? ഈ L2 എന്ന് പറയുന്ന ലെൻസ് ഈ സ്ലിറ്റിനോട് വളരെ അടുത്താണെന്ന് കരുതുക. Right? അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്നുള്ളത് നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് എഴുതാം. റൈറ്റ്? അതായത് ഈ ആംഗിൾ നോക്കുക. റൈറ്റ്? ഈ ആംഗിളും തീറ്റ തന്നെയാണ്. ദിസ് ആംഗിൾ ഇസ് തീറ്റ. റൈറ്റ്? അപ്പോൾ ഈ പിയും പി പ്രൈം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. സോ ഫ്രം ഹിയർ വി സീ ദാറ്റ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ദിസ് ലെങ്ത്. ഒ പി എന്ന് പറഞ്ഞ ലെങ്ത് ആണ്. റൈറ്റ്? എക്സ് ഡിവൈഡഡ് ബൈ ഒ പി. റൈറ്റ്? ഇനി ഈ ലെൻസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വളരെ അടുത്താണെങ്കിൽ, റൈറ്റ്? ഈ സ്ലിറ്റിനോട് വളരെ അടുത്താണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും ഏകദേശം സെയിം ആണ്. റൈറ്റ്? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് ലെൻസും അതുപോലെ സ്ക്രീൻ അത് ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് നമ്മളുടെ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഇറ്റ് സീംസ് ദാറ്റ് ദിസ് ഒ പി ഇസ് ഡിഫറെന്റ് ഫ്രോം ദ ഫോക്കൽ ലെങ്ത്. റൈറ്റ്? ബട്ട് ഇഫ് ദ ലെൻസ് ഇസ് വെരി മച്ച് നിയർ ദ സ്ലിറ്റ്, ഈ സ്ലിറ്റിനോട് വളരെ അടുത്താണ് ലെൻസ് എങ്കിൽ, റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഒ പി എന്നുള്ളതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് എഫ് എന്ന് എഴുതാം. റൈറ്റ്? either that or if the screen is far away, very far from the lens, അതായത് ഈ ഡിസ്റ്റൻസിനെക്കാളും വളരെ കൂടുതലാണ് ലെൻസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്കിൽ, അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒ പി എന്നുള്ള ഡിസ്റ്റൻസിന് പകരം, ഈ ഫുൾ ഡിസ്റ്റൻസിന് പകരം നമുക്ക് എന്തെടുത്താൽ മതി? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എടുത്താൽ മതി. ഓക്കെ, so in such conditions we can have sin theta is equal to x divided by f, where f is the focal length of the lens L2. Right? രണ്ടാമത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് f. So we said sin theta is equal to x divided by f. Okay, പക്ഷെ നമ്മൾ മിനിമം ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ മിനിമം ഇന്റൻസിറ്റി വരാനുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഗിവൺ ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, പക്ഷെ സൈൻ തീറ്റ എന്നുള്ള എക്സ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് എഴുതുകയാണെങ്കിൽ ദിസ് ബിക്കംസ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എ, ഓർ എക്സിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എഫ് ലാംഡ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, ഇവിടെ നമ്മൾ മിനിമം പോയിന്റ് ആണ് കറസ്പോണ്ട് ചെയ്തത്, അല്ലെങ്കിൽ മിനിമം ഇന്റൻസിറ്റി പോയിന്റ്സ് ആണ് കറസ്പോണ്ട് ചെയ്തത്, ബിക്കോസ് ദിസ് കണ്ടീഷൻ കറസ്പോണ്ട്സ് ടു മിനിമം ഇന്റൻസിറ്റി പോയിന്റ്. റൈറ്റ്? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡറി മിനിമം ഫ്രം ദ പോയിന്റ് പി, അല്ലേ? ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറഞ്ഞത്. റൈറ്റ്? പി എന്നുള്ള പോയിന്റ് സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം. റൈറ്റ്? അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എ എന്ന് എടുക്കുമ്പോൾ, ഇഫ് പി പ്രൈം കറസ്പോണ്ട്സ് ടു ദ പോയിന്റ് സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ, ദെൻ ദർ ഇസ് എ മിനിമം ഹിയർ. ഇവിടെ ഉള്ളത് മിനിമം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡറി മിനിമം ഫ്രം ദ പോയിന്റ് പി എന്ന് എഴുതുന്നത്, ബിക്കോസ് വി ഇമ്പോസ്ഡ് ദിസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാം. വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം, ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. റൈറ്റ്? അപ്പോൾ ഇത് രണ്ട് സൈഡിലേക്ക് സിമെട്രിക് ആയിട്ടാണ് നമ്മളുണ്ട്. റൈറ്റ്? സോ ദർ ഇസ് ആൻ എക്സ് ഹിയർ ഓൾസോ. ഈ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ട്വൈസ് എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് W is equal to twice f lambda divided by a. Alright, W is equal to twice f lambda divided by a. Alright. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം,
ഈ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. Right? The width of the central maximum is proportional to the wavelength of the light. Okay. അതായത് with red light we'll have the width of the central maximum is more than with violet light. കാരണം വേവ് ലെങ്ത് കൂടുമ്പോൾ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്തും കൂടുകയാണ്. Right? അതുപോലെ സ്ലിറ്റ് നാരോ ആകുകയാണെങ്കിലും, right, even if the slit becomes narrow, then also the width of the central maximum is more. കാരണം സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്തിന്റെ എക്സ്പ്രഷൻ ഇതായിരുന്നു W is equal to 2f lambda divided by A. Right? There's an A in the denominator. A എന്തായിരുന്നു? That was the width of the slit. Okay. ഇനി width of the slit large ആണെങ്കിൽ, if A is large, right, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ width, സെൻട്രൽ മാക്സിമത്തിന്റെ width എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. Right? So in that case we say the maxima and minima are very close to the central maximum at P. Okay. കാരണം അതിന്റെ width വളരെ കുറവാണ്. Right? അതേസമയം നമ്മൾ നാരോ സ്ലിറ്റ് എടുക്കുകയാണെങ്കിൽ then A will be small and theta will be large and also the width will be large. Right? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ for a narrow slit the width of the bright central maximum is also greater. Right? അപ്പോൾ അതുകൊണ്ട് നാരോ സ്ലിറ്റ് എടുക്കുകയാണെങ്കിൽ we'll see a distinct diffraction maxima and minima on both sides of P. Okay, if you take a narrow slit then you can find a distinct diffraction maxima and minima on both sides of the central maximum. Okay. നമ്മളിപ്പോൾ കണ്ട ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് നെക്സ്റ്റ്. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത്, the incident plane wavefront on the slit AB can be imagined to be divided into a large number of infinitesimally small strips. Okay, അതായത് AB എന്നുള്ള സ്ലിറ്റിൽ വീഴുന്ന പ്ലെയിൻ വേവ് ഫ്രണ്ടിനെ വിൽ think of it as a large number of infinitesimally small strips അല്ലെങ്കിൽ infinitesimally small sources. Right? ഇങ്ങനെയുള്ള infinitesimally small strips കൊണ്ട് ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. The path difference between the secondary waves emanating from the extreme points A and B. Right? ഈ path difference നമ്മൾ A sin theta എന്നാണ് എഴുതിയത്. Right? ഇവിടെ A എന്ന് പറയുന്നത് സ്ലിറ്റിന്റെ വിഡ്ത്ത് ആയിരുന്നു. അതുപോലെ theta was the angle ABL. Okay. So we had the AB like that. Alright. അപ്പോൾ ഈ രീതിയിലുള്ള രണ്ട് വേവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ദിസ് ഈ പോയിന്റ് ആണ് നമ്മൾ L എന്ന് എഴുതിയത്. ദിസ് ആംഗിൾ വാസ് 90. റൈറ്റ്, ഈ ആംഗിൾ ആണ് നമ്മൾ തീറ്റ എന്ന് എടുത്തത്, ആംഗിൾ ABL. ഓക്കെ, നൗ ഫോർ പാരലൽ ബീം ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്, റൈറ്റ്, പാരലൽ ബീം ആണെങ്കിൽ the amplitude of vibration of the waves, okay, from each strip can be taken to be the same. Right? So let me just draw it here. അതായത് AB എന്നുള്ള സ്ലിറ്റിനെ നമ്മൾ ഇങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് ഇൻഫിനിറ്റസിമൽ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി വരുന്ന വേവ്സ് പാരലൽ ആണെങ്കിൽ then the amplitude of vibration, right, ഇതെല്ലാം സെക്കൻഡറി സോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്യാണ്. റൈറ്റ്, അപ്പോൾ ഈ എല്ലാ സെക്കൻഡറി സോഴ്സസും ഐഡന്റിക്കൽ ആണ്. സോ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, right, of the waves from each strip can be taken to be the same. എല്ലാത്തിൽ നിന്നുള്ള വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. ലെറ്റ്സ് കോൾ ഇറ്റ് A0. റൈറ്റ്, ഈ ഓരോ സ്ട്രിപ്പിൽ നിന്നും വരുന്ന വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് A0 എന്ന് എടുക്കാം. ദീസ് ആർ ഐഡന്റിക്കൽ, ഈക്വൽ. ഓക്കെ, നൗ വി ഹാവ് ദിസ് പോയിന്റ് A ആൻഡ് ഹിയർ വി ഹാവ് ഗോട്ട് B. ഓക്കെ, റൈറ്റ്, ഇനി നമ്മൾ ആദ്യം B എന്നുള്ള പോയിന്റിൽ നിന്നുള്ള വേവ്സ് എടുക്കുക. റൈറ്റ്, ഇതുമായിട്ട് ഇതിന് തൊട്ട് മുകളിലുള്ള പോയിന്റിൽ നിന്ന് വരുന്ന വേവിന്റെ പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. Right? ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും പാത്ത് ഡിഫറൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. Right? So the path difference changes. Actually, path difference increases when we go from here to A. B യിൽ നിന്ന് A യിലേക്ക്, right? ഈ സോഴ്സ് നിന്ന് ഈ സോഴ്സ്, like that. Right? If we go up, right? ഈ ഓരോ പോയിന്റിൽ നിന്ന് വരുന്ന വേവ്സിനും B എന്നുള്ള പോയിന്റിൽ നിന്ന് വരുന്ന വേവ്സ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് അത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ഫേസ് ഡിഫറൻസും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ A, B എന്നീ പോയിന്റ്സിൽ നിന്ന് വരുന്ന വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, റൈറ്റ്, A, B എന്നുള്ള ഈ എക്സ്ട്രീം പോയിന്റിൽ നിന്ന് വരുന്ന വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസിനെ നമുക്ക് ആൽഫ എന്നെടുക്കാം. Right? So let alpha be the phase difference between the secondary waves from the points B and A of the slit. Alright? ഇനി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വേവ് ഫ്രണ്ടിനെ, we have divided the wave front into a large number of strips. Okay? അതുകൊണ്ട് തന്നെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ ഒരു ടെക്നിക് ഉണ്ട്. Right? So that we can find the resultant amplitude
due to all the individual small strips, okay, by the vector polygon method. We'll explain this. Okay. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്സ് ചെറുതാണ്, അതുപോലെ ഫേസ് ഡിഫറൻസ് ഇൻക്രീസസ് ബൈ ഇൻഫിനിറ്റെസിമലി സ്മോൾ അമൗണ്ട്സ് ഫ്രോം സ്ട്രിപ്പ് ടു സ്ട്രിപ്പ്. നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഈക്വലി സ്പേസ് സ്ട്രിപ്പ് ആണ് എടുക്കുന്നത്, ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള സ്ട്രിപ്സ് ആണ് എടുക്കുന്നത്. ഈ ഓരോ പോയിന്റിൽ നിന്ന് വരുന്ന വേവ് ലെങ്ത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. വി റോട്ട് ഇറ്റ് ആസ് A0. റൈറ്റ്. അപ്പോൾ ബി എന്ന എക്സ്ട്രീമെന്റിൽ നിന്ന് വരുന്ന വേവും അതിന് തൊട്ട് മുകളിൽ, റൈറ്റ്, അതിന്റെ തൊട്ടടുത്തുള്ള ഇൻഫിനിറ്റെസിമൽ സ്ട്രിപ്പിൽ നിന്ന് വരുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അതിന് നമുക്ക് ഡെൽറ്റ എന്ന് എഴുതാം. This is an infinitesimal angle. There's only a small phase difference between these two. Okay. ഇനി ഇത് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ആയിരിക്കും. റൈറ്റ്. The phase difference between waves coming from these 2 points also will be equal to delta. Alright. നമ്മൾ പറഞ്ഞു B എന്ന പോയിന്റും A എന്നുള്ള പോയിന്റും അതിൽ നിന്ന് വരുന്ന വേവ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾ 2 ആൽഫ എന്ന് എടുത്തു. Right. അപ്പോൾ ഇതുപോലെ n സോഴ്സസ് ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ n സ്ട്രിപ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ we can write 2 alpha is equal to n delta. Right. 2 alpha is equal to n delta. Okay. ഇനി വെക്റ്റർ പോളിഗോൺ മെത്തേഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. The amplitude of each source is A0. ഓരോ സോഴ്സിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് നമുക്ക് A0 എന്നാണ് എടുക്കുക. റൈറ്റ്. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ആദ്യം തീറ്റ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. Right. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു സെൻട്രൽ മാക്സിമം ആണ്. We get a constructive interference as all the waves arriving at P will be in phase. Right. നമ്മൾ കണ്ടതാണ് P എന്നുള്ള പോയിന്റിൽ എത്തുന്ന വേവ്സ് തീറ്റ 0 ആണെങ്കിൽ, റൈറ്റ്, P എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്ന വേവ്സ് എല്ലാം തന്നെ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. അതായത് ഈ ആംപ്ലിറ്റ്യൂഡ്സ് എല്ലാം തന്നെ ആഡ് ചെയ്യപ്പെടും. റൈറ്റ്. സോ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ ഇവിടെ n സോഴ്സസ് ഉണ്ടെങ്കിൽ P എന്നുള്ള പോയിന്റിലുള്ള ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് n multiplied by A0 ആയിരിക്കും. കാരണം ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ്സ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. Okay, n sources ഉണ്ട്. So we add them n times, we will get n A0. That would be the amplitude at the point P. Okay. അപ്പോൾ ഇതാണ് മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ്. റിസൾട്ടന്റ് വേവിന്റെ മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ് A max. Right. So n A0 can be written as A max. Right. അതായത് ഈ ഓരോ പോയിന്റിൽ നിന്നുള്ള വേവും കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുന്ന പോയിന്റ്. Right. So the central maximum at theta equal to 0 has the amplitude A max equal to n A0. Alright. ഇതിനെ നമുക്ക് വെക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. Right. We can think of this as so many vectors, alright, n vectors, capital N number of vectors aligned in the same direction. ഈ vectors ഇങ്ങനെ ഒരേ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നതിന്റെ ലെങ്ത്, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് A max equal to n A0. അതായത് ഈ ആംപ്ലിറ്റ്യൂഡ് A0 ലെങ്ത് ഉള്ള ഒരു വെക്ടർ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. Alright. ഇതിന് ഡയറക്ഷൻ കൊടുക്കാൻ കാരണം നമുക്ക് ഫേസ് വരുന്നുണ്ട്. Right. We have a phase between the waves from different sources. Right. If phase angle 0 ആണെങ്കിൽ we can think of this as vectors in the same direction. Right. അങ്ങനെയാണെങ്കിൽ total amplitude add up ചെയ്യും if theta is equal to 0. Right. And then we get A max equal to n A0. Right. So we can represent this as a vector addition of vectors in the same direction. ഒരേ ഡയറക്ഷനിലുള്ള കുറേ വെക്ടേഴ്സിന്റെ അഡീഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. റൈറ്റ്. അതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. റൈറ്റ്. അപ്പോൾ ഈ ആദ്യത്തെ കേസിൽ ഇൻഡിവിജ്വൽ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ദേ ആർ പാരലൽ. അതായത് വി ആർ ടേക്കിംഗ് ഡെൽറ്റ ഈക്വൽ ടു 0 ബിറ്റ്വീൻ ദ n സോഴ്സസ്. റൈറ്റ്. ഇപ്പോൾ നമ്മൾ P എന്നുള്ള സെൻട്രൽ പോയിന്റ് മാത്രമാണ് കണ്ടത്. വാട്ട് അബൌട്ട് ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് A അറ്റ് എനി അതർ പോയിന്റ്? ഓക്കെ. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ആദ്യത്തെ വെക്ടറിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ടാവും, അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് ചെയ്ത ഡയറക്ഷൻ ആയിരിക്കും രണ്ടാമത്തെ വെക്ടറിന്റെ. റൈറ്റ്. ദേ വിൽ ഡിഫർ ബൈ ആൻ ആംഗിൾ ഡെൽറ്റ. റൈറ്റ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ. ഓക്കെ. അതായത് ഇത് ഇനീഷ്യൽ വെക്ടറിനെ നമ്മൾ ഇങ്ങനെ എഴുതും. റൈറ്റ്. ഇനീഷ്യൽ നമ്മൾ അസൈൻ ചെയ്യുന്ന വെക്ടറാണ്. വിൽ ഡ്രോ ഇറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. റൈറ്റ്. പക്ഷെ രണ്ടാമത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ എഴുതുമ്പോൾ അത് ഇതും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ആ ഇൻഫർമേഷൻ ഇതിന്റെ ഫേസ് ആംഗിൾ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ദാറ്റ്സ് ഡെൽറ്റ. Right. അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ, again there is a phase difference between the second and third waves, so that can be represented by this angle delta. Okay. അപ്പോൾ ഈ ഓരോ ആരോ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റ ആണ്. ഓക്കെ. അതുകൊണ്ട് ഈ റിസൾട്ടന്റ് നമ്മൾ ഇങ്ങനെയുള്ള വെക്ടേഴ്സ് നമ്മൾ വിത്ത് ഈച്ച് ഏത് രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ആയിട്ട് എടുത്തിട്ട് വെക്ടേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് ലൈക്ക് ദിസ്
like this, all right? Because each of them is different. Each of them is in a different direction when compared to the former one, right? And they are different in direction by an amount delta. Delta എന്നുള്ള amount ആണിത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വെക്ടറിൽ നിന്ന് അടുത്ത വെക്ടറിലേക്ക് പോകുമ്പോൾ ഡെൽറ്റ എന്നുള്ള amount ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിലുള്ള റിസൾട്ടന്റ് ആണ് കാണേണ്ടതെങ്കിൽ, റൈറ്റ്? അപ്പൊ ഈ നമ്മൾ അസൈൻ ചെയ്ത വെക്ടേഴ്സ് നമ്മൾ ഇങ്ങനെയാണ് ഡ്രോ ചെയ്യുക, ബിക്കോസ് ഈച്ച് ഓഫ് ദം ഇസ് ഡിഫറിംഗ് ഇൻ ഡയറക്ഷൻ. ഓക്കെ? അപ്പൊ ഇങ്ങനെ കുറെ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. Right? If you have many vectors like this, the resultant vector is written like this. This would be the resultant vector. ഈ പോയിന്റിൽ നിന്ന് P prime ഉദാഹരണത്തിന് ഉള്ള പോയിന്റിലേക്കുള്ള റിസൾട്ടന്റ് വെക്ടർ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ? ഇതിനെ നമ്മൾ എ എന്ന് എഴുതുന്നത്. അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, റൈറ്റ്, ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വെക്ടർ അഡീഷൻ ചെയ്യണമെങ്കിൽ, റൈറ്റ്, ഇഫ് യു വാണ്ട് ടു ആഡ് ദിസ് വെക്ടേഴ്സ്, യു കീപ് ദ വെക്ടർ ടെയിൽ ടു ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ടു ടെയിൽ. അല്ല, ഇങ്ങനെ ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ, റൈറ്റ്, then the resultant, this would be the resultant. Okay? മൂന്നെണ്ണം ഉണ്ടെങ്കിൽ, if you have another vector like this, then the resultant is this thing. This is the resultant. Okay? ആ രീതിയിൽ n വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ ആണ് a. Alright? ഇനി ഇവിടെ നമ്മൾ ഇതിന്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ, alright, ഈ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് NA0 അല്ലെ, ഇതിന്റെ ഓരോന്നിന്റെ ലെങ്ത് ആഡ് ചെയ്താണ്. ദിസ് ഇസ് NA0, ദിസ് ഇസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ? പക്ഷെ ആക്ച്വൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. ദിസ് വുഡ് ബി ദ ആക്ച്വൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, ബിക്കോസ് ദർ വിൽ ബി ക്യാൻസലേഷൻസ് അല്ലെ, കാരണം ഈ ഫേസ് ഡിഫറൻസ് ആയിട്ടുള്ള ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് ആക്ച്വൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഇതാണ്, ഈ കാണിച്ചിരിക്കുന്ന വെക്ടർ ആണ്. റൈറ്റ്? അപ്പൊ ഇത് ഈ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, the length of this line is NA0, which is A max. Right? ഇതിനെ നമുക്ക് A എന്ന് എഴുതാം. This is A. Alright? അപ്പോൾ ആ മെത്തേഡ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. റൈറ്റ്? വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ മെത്തേഡ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. Now we can use this method to find the intensity distribution. Okay? അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ വൈബ്രേഷൻ പോളിഗൺ അല്ലെങ്കിൽ ഡെൽറ്റ ഫേസ് ഡിഫറൻസിലുള്ള n വെക്ടേഴ്സ്, റൈറ്റ്, അതിനെ നമ്മൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. This is the arrangement. Alright? So this is the arc OM. ഈ arc OM ആണ് n വെക്ടേഴ്സിന്റെ അറേഞ്ച്മെന്റിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ്. റൈറ്റ്? സോ യു ക്യാൻ തിങ്ക് ഓഫ് ദിസ് ആസ് ദ പാർട്ട് ഓഫ് എ സർക്കിൾ. റൈറ്റ്? ഒരു സർക്കിളിന്റെ ആർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. റൈറ്റ്? അതായത് ഈ രീതിയിലുള്ള സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, അതിന്റെ റേഡിയസ് r ആണ്. ഓക്കെ? സോ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദിസ് ആർക്ക് OM is given as r. So this is r and this is also r. Right? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ആയിട്ടുള്ള വെക്ടർ, റൈറ്റ്, ഇനീഷ്യൽ ആയിട്ടുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് OP എന്ന് പറയുന്നത്. റൈറ്റ്? അതുപോലെ ലാസ്റ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ, റൈറ്റ്, ഇത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ NM എന്ന് എഴുതിയിരിക്കുന്നത്. NM. റൈറ്റ്? അതായത് ഈ ഇനീഷ്യൽ ആയിട്ടുള്ള വെക്ടറും ഇങ്ങനെ കുറെ വെക്ടേഴ്സ് ഉണ്ട്. റൈറ്റ്? കുറെ വെക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള വെക്ടർ എന്ന് എഴുതുന്നത്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ്സ് കൺസിഡർ ചെയ്യുന്നില്ല, ഫൈനൽ വെക്ടർ ഇതാണെന്ന് എഴുതുക. ഈ ഫൈനൽ വെക്ടറും ഈ ഇനീഷ്യൽ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ 2α എന്ന് എടുക്കുന്നത്. 2α എന്ന് എടുക്കുന്ന കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. സോ ദിസ് ആംഗിൾ വിൽ ഡിനോട്ട് ആസ് 2α. ഓക്കെ? ഇനി ഈ ആംഗിൾ 2α ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 2α അല്ലെങ്കിൽ പൈ മൈനസ് 2α ആണ്. പൈ മൈനസ് 2α ആണ്. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ടോട്ടൽ ആംഗിൾസ് എടുക്കുകയാണെങ്കിൽ they should add up to pi. Right? അപ്പോൾ ഇത് 2α ആണെങ്കിൽ ഇത് പൈ മൈനസ് 2α ആണ്. റൈറ്റ്? ഇനി ഈ ആംഗിളും നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ദീസ് ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. റൈറ്റ്? ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിലും എന്തായിരിക്കണം? ദിസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾസോ ഷുഡ് ആഡ് അപ്പ് ടു pi. This opposite angles also should add up to pi. Alright? What is it called? The opposite angles of a quadrilateral, I think. Right? You can check that. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂട്ടിയാലും നമുക്ക് 180 കിട്ടുന്നു. പക്ഷെ ഇത് ഓൾറെഡി പൈ മൈനസ് 2α ആണ്. Right? So we should get pi minus 2α with whatever angle is here. That should give us pi. Alright? അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കണം? This has to be also 2α. Okay? അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ 2α ഉണ്ട്. And we also have angle 2α here. Alright? ഇനി ഇതിന്റെ ഈ ആംഗിൾ 2α എന്നുള്ള ആംഗിളിന്റെ അല്ലെങ്കിൽ k എന്നുള്ള പോയിന്റ് എക്സാക്ട് സെന്ററിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഹാഫ് ആംഗിൾ ആണ്. ദിസ് വുഡ് ബി ആൽഫ ആൻഡ് ദിസ് ഓൾസോ വുഡ് ബി ആൽഫ. റൈറ്റ്? സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫസ്റ്റ് വെക്ടർ ആൻഡ് ദ nth വെക്ടർ, റൈറ്റ്, is taken as 2α. Since the angle between any two vectors is delta, റൈറ്റ്, ഇത് ഏതെങ്കിലും രണ്ട് കൺസിക്യൂട്ടീവ് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ ഡെൽറ്റ ആണ്. റൈറ്റ്? അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 2α is actually equal to
n times delta. Okay. ഇനി k എന്നുള്ള പോയിന്റ് ആണ് ഇറ്റ്സ് എ സെന്റർ ഓഫ് ദ സർക്കിൾ. അതായത് നമ്മൾ ഈ ആർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സർക്കിൾ കിട്ടും. റൈറ്റ്? ആ സർക്കിളിന്റെ സെന്റർ ആണ് k. Okay. So we'll write everything down here. The angle MNP is 2 alpha. MNP is 2 alpha. So angle OKM is also 2 alpha. Right? Angle OKM, that's also 2 alpha. Right? In our triangle OKL എടുക്കുക. We take the triangle OKL. നോക്കുകയാണെങ്കിൽ ഇത് right angle triangle ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ ആണ്. This angle is alpha. Okay. അപ്പോൾ ഇവിടെ sin alpha എടുക്കുകയാണെങ്കിൽ that's equal to OL divided by OK. OL divided by OK. ഈ OK എന്ന് പറയുന്നത് നമ്മൾ R എന്നാണ് എഴുതിയത്. Alright. So sin alpha is equal to OL divided by R. Right? Sin alpha is equal to OL divided by R. Okay. Or we can write OL, ഈ length. OL is equal to R sin alpha. ഇവിടെ R എന്ന് പറയുന്നത് is the radius of the circular arc. Alright. So OL can be written as R sin alpha. അപ്പോൾ ഈ full length എടുക്കണമെങ്കിലോ OM എന്നുള്ള full length എടുക്കണമെങ്കിലോ that would be 2R sin alpha. That would be 2R sin alpha. Okay. So we have chord OM, അതായത് ഈ length. Chord OM is equal to OL plus LM. OLM LM equal ആണ്. So we can write as 2OL, which is equal to 2R sin alpha. Right? So chord OM has length 2R sin alpha. Alright? ഇനി chord OM എന്ന് പറയുന്നത് എന്തായിരുന്നു? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ വെക്ടർ കാണിക്കുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിനെയാണ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. So 2R sin alpha, this would be A. ഇതിനെ നമുക്ക് A എന്ന് എഴുതാം. So A is equal to 2R sin alpha. Right? അതേസമയം നമ്മൾ ഈ ആർക്ക് OMന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഈ ആർക്ക് OMന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഇതിലുള്ള ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. Right? അപ്പോൾ ഈ ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ ടോട്ടൽ ലെങ്ത് ഉള്ളതിനെയാണ് നമ്മൾ A max എന്ന് വിളിച്ചത്. അതായത് ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ വെക്ടേഴ്സ് എല്ലാം പാരലൽ ആയിരിക്കുമ്പോൾ അതിന്റെ റിസൾട്ടന്റ് അതിന്റെ ലെങ്ത് ആണ്. റൈറ്റ്? അതായത് ഇവിടെയുള്ള ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ ലെങ്ത് ആണ്. ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്? ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അത് പാരലൽ ആയിരിക്കുമ്പോഴുള്ള റിസൾട്ടന്റ് വെക്ടറിന്റെ ലെങ്ത് ആണ്. റൈറ്റ്? ഇത് പാരലൽ ആയിരിക്കുമ്പോഴുള്ള റിസൾട്ടന്റ് വെക്ടറിന്റെ ലെങ്തിനെയാണ് നമ്മൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A max എന്ന് പറഞ്ഞത്. റൈറ്റ്? അതുകൊണ്ട് ഈ കോഡ് ലെങ്ത് OM is actually A max. Right? The length of arc OM is proportional to the width of the slit. Right? അത് സ്ലിറ്റിന്റെ വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്. കാരണം കൂടുതൽ സോഴ്സസ് ഉണ്ടെങ്കിൽ സ്ലിറ്റിന്റെ വിഡ്ത്ത് കൂടുമ്പോൾ അതിൽ കൂടുതൽ നമ്പർ ഓഫ് സോഴ്സസ് ഇൻക്ലൂഡ് ആവും. അപ്പോൾ അവിടെയുള്ള ഇന്റൻസിറ്റിയും കൂടും. Right? But we don't need to use that information here. So what we need is that length of the arc OM is equal to A max. Right? This is the resultant of all rays which are in phase. Okay? So we actually got the relation between A, amplitude, which is 2R sin alpha, and the length of the arc. Length of the arc എന്ന് പറയുന്നത് A max ആണ്. So we can relate these two. Right? ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. Length of the arc OM. Length of arc OM എന്ന് പറയുന്നത് right? ഈ ഒരു റീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ. Right? So if you look at this region, ഇതൊരു ആർക്ക് ആണ്. ആർക്ക് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഇറ്റ്സ് ഈക്വൽ ടു ദിസ് ആംഗിൾ മൾട്ടിപ്ലൈഡ് ബൈ ദ റേഡിയസ്. റൈറ്റ്? സോ ലെങ്ത് ഓഫ് ആർക്ക് OM is equal to 2 alpha multiplied by R. Okay? Or R multiplied by 2 alpha. Right? Arc OM എന്തായിരുന്നു? Arc OM എന്ന് പറയുന്നത് A max ആണ്. So A max is equal to 2R alpha. Right? Or ഇവിടെയുള്ള 2R എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This 2R can be written as A max divided by alpha. So now we got the relation between A and A max. Right? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you see that A is equal to right? A max 2R എന്നുള്ളതിനെ A max divided by alpha എന്ന് എഴുതാം using this. So this is A is equal to A max divided by alpha sin alpha. Right? So we got the relation between the maximum amplitude and the amplitude at any other point A. Alright. We'll repeat what we said. 2 alpha is equal to arc OM divided by radius. Right? So we had an arc like this. ഇതാണ് arc OM എന്ന് പറഞ്ഞത്. This angle was 2 alpha.
Alright, so we see that arc OM, the length E arc in the length, alright, length of this arc OM is equal to 2 alpha multiplied by R, okay, or 2 alpha is equal to OM divided by R. OM was nothing but A max, as we argued, right? So 2 alpha is equal to A max divided by R. Alright, നമുക്ക് വേണ്ട 2R ആണ്. So let's write 2R is equal to A max divided by alpha. Why do we need 2R? കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു code OM is equal to 2R sin alpha. Right? ഈ code OM എന്തായിരുന്നു? Code OM was the amplitude A. So we get A is equal to 2R എന്നുള്ളതിന് A max divided by alpha sin alpha എന്ന് എഴുതും. Right? So we get this relation A is equal to A max sin alpha divided by alpha. Okay. So this is the amplitude at any point related to the maximum possible amplitude. Okay. In amplitude അറിയാമെങ്കിൽ നമുക്ക് intensity കണ്ടുപിടിക്കാം. Right? If this is the amplitude, intensity is just the square of this. So we can write I is equal to A square. That's equal to A max square sin square alpha by alpha square. ഈ A max square എന്ന് പറയുന്നത് I max ആണ്. That's maximum intensity. So this is I max sin alpha by alpha whole square. Alright. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട് ഇതാണ്. The intensity at any point on the screen is proportional to sin alpha by alpha whole square. Alright. Now, a phase difference of 2 pi corresponds to a path difference lambda. Okay. അതുകൊണ്ട് path difference അറിയാമെങ്കിൽ നമുക്ക് phase difference കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ phase difference അറിയാമെങ്കിൽ path difference കാൽക്കുലേറ്റ് ചെയ്യാം. Okay. അതുകൊണ്ട് phase difference of 2 alpha. Right? 2 alpha എന്നുള്ള phase difference corresponding ആയിട്ട് നമുക്ക് ഇതിനെ path difference in terms of this is 2 pi by lambda multiplied by the path difference. Path difference നമ്മൾ already എഴുതി A sin theta എന്നുള്ള ഫോമിലാണ്. We had written it in terms of theta. Okay. Or from here we can write alpha is equal to pi divided by lambda A sin theta. Right? Alpha is equal to pi divided by lambda A sin theta. Okay. കാരണം A sin theta ആകുന്ന path difference ആയിരുന്നു. So we can say that the value of alpha depends on the angle of diffraction theta. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത theta ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇതിനെല്ലാം റിലേറ്റ് ചെയ്യാം. Right? You can write alpha in terms of theta, and then we can get the intensity distribution as a function of theta. Okay. So the value of sin square alpha by alpha square for different values of theta gives the intensity at the point under consideration. Alright. അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്ത ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ചിത്രത്തിൽ. നമ്മൾ നേരത്തെ കണ്ട ചിത്രമാണ്. ആ രീതിയിൽ പ്ലോട്ട് ചെയ്ത ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിലുള്ളത്. Alright. X-axis path difference or phase difference, so anything you can have the intensity distribution with respect to path difference or the phase difference, all right, as a function of alpha or as a function of sin theta. Okay, so that's all about the intensity distribution. This class we will learn different diffraction എന്താണെന്ന് കണ്ടു, different types of diffraction കണ്ടു. All right, അതിൽ തന്നെ Fraunhofer single slit diffraction pattern നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. Right? അതിൽ എവിടെയാണ് മാക്സിമം മിനിമം വരുന്നത്, മാക്സിമം മിനിമം വരുന്നതിന് കറസ്പോണ്ട് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇൻ ദ എൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ the intensity distribution. All right, so with that we'll conclude this session. Thank you.